ഗുഡ് ആഫ്റ്റർനൂൺ. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് തെർമോ കപ്പിൾസ് ആണ്. തെർമിസ്റ്റേഴ്സ് കഴിഞ്ഞു. അതായത് തെർമോ EMF സെൻസേഴ്സിന് തെർമോ കപ്പിൾ എന്നുള്ളതാണ് നെക്സ്റ്റ് ടോപ്പിക്ക്. തെർമോ കപ്പിൾസും പിന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഓഫ് തെർമോ കപ്പിൾ, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. തെർമോ കപ്പിൾ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ചെക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന, മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സിമ്പിളസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. സീബെക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് 1821 ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സയൻറ്റിസ്റ്റ്, സീബെക്ക് എന്ന സയൻറ്റിസ്റ്റ്. ആ എഫക്റ്റ് വെച്ചിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സീബെക്ക് എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് ഡിസിമിലർ ആയിട്ടുള്ള രണ്ട് എന്താ പറയുക, സെമി കണ്ടക്ടേഴ്സ്, ഡിസിമിലറായിട്ട് ഒരേപോലത്തെ അല്ലാതെ രണ്ട് ഡിസിമിലർ സെമി കണ്ടക്ടേഴ്സിനെ ജോയിൻ ചെയ്യുമ്പോൾ, ഹീറ്ററായിട്ടുള്ളത് കൂളറുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ, ഹീറ്ററാണ് വന്ന് ഹീറ്റ് ചെയ്തിട്ടുള്ള കണ്ടക്ടറാണ് വന്ന് ജോയിൻ ചെയ്യുന്നത് വെച്ചെങ്കിൽ, അതിനേക്കാളും ഹീറ്റ് കുറവിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ എയും ബിയും രണ്ട് കണ്ടക്ടേഴ്സ് നമ്മൾ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. എ എന്ന് പറയുന്നത് ഭയങ്കര ഹീറ്റഡാണ്, ബി എന്ന് പറയുന്നത് നോർമൽ ആണ്. അപ്പോൾ അങ്ങനെ ആകുമ്പം ഈ ബീനായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ എയുടെ ഹീറ്റ് മുഴുവൻ എങ്ങോട്ട് പാസ് ചെയ്യും? ബിയിലേക്ക് പാസ് ചെയ്ത് ബിയും ഹീറ്റാവും. ഓക്കെ, അതേപോലെ തന്നെ എയും ബിയും ഇപ്പോൾ രണ്ടെണ്ണം ജോയിൻ ചെയ്യണം. എ എന്നുള്ളത് ഭയങ്കര കൂളാണ്. അപ്പോൾ എ ഈസ് ഗോയിങ് ടു കണക്ട് വിത്ത് ബി. അങ്ങനെയാണെങ്കിൽ എ വന്നിട്ട് ബി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചെങ്കിൽ, ബി ഭയങ്കര കൂളാവും. ബി എത്ര ചൂടാണെങ്കിലും ബി വളരെ കൂളാവും. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു അയണൊക്കെ, നമ്മൾ ഈ ഇരുമ്പിൻ്റെയൊക്കെ സംഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ചൂടാക്കിയിട്ട് അതിനെ മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുക അല്ലേ? ഇരുമ്പിൻ്റെയൊക്കെ ഇപ്പോൾ കത്തി അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനെ നമ്മൾ വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ അത് കൂളാവില്ലേ? അതേപോലത്തെ ഒരു എഫക്റ്റാണ് എന്ത് പറയണത്, സീബെക്ക് എഫക്റ്റ് എന്ന് പറയണത്. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടാണ് തെർമോ കപ്പിൾ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ തെർമോ കപ്പിളിൻ്റെ കൺസ്ട്രക്ഷനിൽ നമ്മൾ എന്താ പറയുക, ഇൻഡസ്ട്രിയൽ നമ്മൾ എന്ത് ചെയ്യുവെച്ചെങ്കിൽ, മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെത്തേഡ് ഫോർ ഫാബ്രിക്കേറ്റിംഗ് ഈസ് ടു വെൽഡ് മെറ്റൽസ് ടുഗദർ. മെറ്റൽസിനെ രണ്ട് മെറ്റൽസിനെ നമ്മൾ എന്ത് ചെയ്യും, ഒന്നിച്ച് വെൽഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ തെർമോകപ്പിൾ ഉണ്ടാക്കുന്നത്. അത് വെൽഡിങ് എന്ന് പറയുന്നത് സ്ക്രൂ ചെയ്തിട്ടാവാം, വേറെ അങ്ങനെ പല രീതിയിൽ നമ്മൾ വെൽഡ് ചെയ്യുമല്ലോ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വെൽഡ് ചെയ്യാം. അതിനകത്തുള്ള ആ ഒരു എന്താ പറയുക, കണക്റ്റർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഷീറ്റ്, അതായത് അതിന് എന്തെങ്കിലും ഒരു കവറിങ് എപ്പോഴും ഉണ്ടായിരിക്കും. ആ കവറിങ് അതിലേക്കാണ് നമ്മൾ വേറൊരു മെറ്റൽ ജോയിൻ ചെയ്യണത്. ഇൻസുലേറ്റ് ചെയ്തിട്ടാണ്, ആ ഷീറ്റ് ഇൻസുലേറ്റ് ചെയ്തിട്ടിരിക്കും. അതിൽ സെറാമിക് ആവാം, സെറാമിക് ബീഡ്സോ ഓക്സൈഡ്സോ അങ്ങനെ എന്തെങ്കിലും ഷീറ്റ് ആയിരിക്കും അതിനെ കവർ ചെയ്തിട്ടുണ്ടാവുക. ഈ ടൈപ്പ് ഓഫ് ഇൻസുലേറ്റഡ്, ഇതിനെ ഏത് ടൈപ്പിലാണ് നമ്മൾ ഇൻസുലേറ്റ് ചെയ്യുന്നത്, ആ ടൈപ്പിനെ ബേസ് ചെയ്തിട്ടാണ് ടെമ്പറേച്ചർ മോണിറ്ററിങ് വരുന്നത്. ഇത് ആ ജംഗ്ഷനിൽ എക്സ്പോസ് ചെയ്തിട്ടുള്ളതിൻ്റെയാണ് ഫസ്റ്റ് ഡയഗ്രാം കൊടുത്തിരിക്കുന്നത്. പിന്നെ അൺഗ്രൗണ്ടഡ്, പിന്നെ ഗ്രൗണ്ടഡ് എന്ന് പറയുമ്പോൾ ഗ്രൗണ്ടുമായിട്ട്, അതായത് കണക്റ്റഡ് അല്ല, ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ യു എന്നുള്ള ഷേപ്പ് വേരിയേഷൻ കണ്ടു കഴിഞ്ഞിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇതിൽ തെർമോകപ്പിൾ നമുക്ക് ഇൻസുലേഷൻ ഇല്ലാണ്ട്, ഇൻസുലേഷൻ പലതരത്തിലുള്ള ഇൻസുലേഷൻസ് യൂസ് ചെയ്യുന്നതിൻ്റെ ഡയഗ്രമാണ് തന്നിരിക്കുന്നത്. നമ്മൾ പൈപ്പ് ലൈൻസ്, എന്താ പറയുക, സാധാരണ നമ്മൾ പൈപ്പ് ലൈൻ വെസൽസുമായിട്ട് ഒരിക്കലും നമുക്ക് തെർമോകപ്പിൾസ് ഇൻസുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഡയറക്റ്റ്ലി എക്യുപ്മെൻറ്റായിട്ട് ഡയറക്റ്റാണ് ഇൻസുലേറ്റ് ചെയ്യുക. അങ്ങനെ ഡയറക്റ്റായിട്ട് ഇൻസുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്താ വെച്ചാൽ അങ്ങ് അഡ്വാൻറ്റേജ് വെച്ചെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അതിനെ റിമൂവ് ചെയ്യാൻ സാധിക്കും. ആരുടെയും ഇൻട്രപ്ഷനൊന്നും ഇല്ലാണ്ട്, ഒരു ഇൻട്രപ്റ്റും ഉണ്ടാവില്ല. നമുക്ക് പ്ലാൻ ചെയ്തത് ഡയറക്റ്റ് ആയതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഈ മെറ്റീരിയൽസൊക്കെ എന്ന് പറയുന്നത് 12.5 മില്ലിമീറ്റർ മുതൽ 25 മില്ലിമീറ്റർ വരെ അതിൻ്റെയൊക്കെ ഡയാമീറ്റർ ഉണ്ടായിരിക്കുകയുള്ളൂ. ഓക്കെ, ഇതിൻ്റെ മെഷർമെൻ്റ് എടുക്കുമ്പോൾ ഔട്ട്പുട്ട് EMF എന്നുള്ളതിലാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. EMF എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോമോട്ടീവ് ഫോഴ്സാണ് EMF എന്ന് പറയുന്നത്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സാണ് EMF. ഓക്കെ, ഇതിൽ
അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും എന്ന് പറയുന്നത് നമ്മൾ ആ ജംഗ്ഷനിൽ മെഷർ ചെയ്യാൻ നേരത്ത് ഉണ്ടാകുന്ന ഒരു ഔട്ട്പുട്ട്. ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, രണ്ട് മെറ്റൽസും കൂടെ ജോയിൻ ചെയ്യുന്ന ആ ഭാഗമാണ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ മെഷർ ചെയ്യുന്ന ഔട്ട്പുട്ട് ആയിരിക്കില്ല ഒരിക്കലും ടെമ്പറേച്ചർ ആയിരിക്കില്ല നമുക്ക് പിന്നീട് നമുക്ക് പ്രോപ്പർ വരുന്ന ഔട്ട്പുട്ട്. ആ ഔട്ട്പുട്ട് എങ്ങനെ നമ്മൾ മെഷർ ചെയ്യുന്നുള്ളതാണ്. മെഷറിങ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡയറക്ട്ലി വിത്ത് പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്, PMMC എന്ന് പറയും. നമ്മൾ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ടാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതിന് മിൽ വോൾട്ടാമീറ്റർ ഈസ് യൂസ്ഡ്. മിൽ വോൾട്ടാമീറ്റർ എന്നുള്ള സംഭവമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ മെഷറിങ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വിത്ത് ഹെൽപ്പ് ഓഫ് എ DC പൊട്ടൻഷ്യോമീറ്റർ വെച്ചിട്ട് ഒന്ന് മിൽ വോൾട്ടാമീറ്റർ വെച്ചിട്ട് നമ്മൾ ചെയ്യും. രണ്ടാമത് പൊട്ടൻഷ്യോമീറ്റർ വെച്ചിട്ട് ചെയ്യും. മൂന്നാമത് ആംപ്ലിഫയർ യൂസ് ചെയ്തിട്ട് വോൾട്ടേജ് ആഫ്റ്റർ ആംപ്ലിഫയിങ് നമ്മൾ ചെയ്യുന്നത്. അതിൽ മിൽ വോൾട്ടാമീറ്റർ എന്ന് പറഞ്ഞാൽ സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് ടെമ്പറേച്ചർ മെഷറിങ്, വളരെ സിമ്പിളായ ടെമ്പറേച്ചർ മെഷറിങ് ഒന്നാണിത്. ആ കോൾഡ് ജംഗ്ഷന് ചുറ്റുമായിട്ടുള്ള സെൻസിറ്റീവ് മില്ലി വോൾട്ടാമീറ്റർ നമ്മൾ അതിന് ചുറ്റും കണക്ട് ചെയ്തിരിക്കും. അപ്പോൾ ഡിഫ്ലക്ഷൻ പ്രൊപ്പോർഷണൽ ടു കറണ്ട്, സർക്യൂട്ടിലേക്ക് കറണ്ട് ഫ്ലോയിങ്ങിന് കറണ്ട് വരുന്നതിൻ്റെ പ്രൊപ്പോർഷണലായിട്ട് നമ്മൾ ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും. ഇതിൻ്റെ ഇക്വേഷൻ പറയുന്നത് I = EF/RM + RE എന്ന് പറയുന്നുണ്ട്. RM എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്, RE എന്ന് പറയുന്നത് വരുന്ന കറണ്ടാണ്. പിന്നെ ടു എൻഷുവർ ദ സഫീഷ്യൻറ്റ് കറണ്ട് റിഫ്ലക്ഷൻ മൂവ്മെൻറ്റ്, ഇതിൽ അതുമാതിരി നേരത്തതിന് മുന്നേ നമ്മൾ തെർമിസ്റ്റേഴ്സ് പഠിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ സെൻസിറ്റിവിറ്റി വളരെ കൂടുതലായ കാരണം നമുക്ക് ചെറിയ റൂം ടെമ്പറേച്ചർ വേരിയേഷൻസ് പോലും നമുക്ക് വേഗം ഫൈൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൻസിറ്റിവിറ്റി വളരെ കുറവാണ്, വളരെ ചെറുതായ കാരണം നമുക്ക് അത്ര വേഗമൊന്നും വേരിയേഷൻസ് നമ്മളവിടെ പറഞ്ഞു 1 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വേരിയേഷൻസൊക്കെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ 100 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേരിയേഷൻസ് ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് മില്ലി വോൾട്ടമീറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം. മില്ലി വോൾട്ടമീറ്റർ എപ്പോഴും ആ ജംഗ്ഷന് ചുറ്റും എക്രോസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കും. അപ്പോൾ ഈ കറണ്ട് ഫ്ലോ, സർക്യൂട്ടിനകത്തേക്ക് വരുന്ന കറണ്ട് ഫ്ലോവിന് പ്രൊപ്പോർഷണലായിട്ടാണ് മില്ലി വോൾട്ടമീറ്റർ വെച്ച് നമ്മൾ റെസിസ്റ്റൻസിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൽ RM എന്നുകൊണ്ട് റെസിസ്റ്റൻസിനെ റെപ്രസെൻറ്റ് ചെയ്യും. പിന്നെ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ നിന്ന് വരുന്ന കറണ്ടിനെ RE ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ അതേപോലെ അതിൻ്റെ സെൻസിറ്റിവിറ്റി വളരെ കുറവാണ്. പിന്നെ റെസിസ്റ്റൻസ് എപ്പോഴും 50 ഓമിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അത് എന്താ പറയുക, അത് വേരി ചെയ്യുന്നത് 10 to 20, എക്സ്റ്റേണൽ സർക്യൂട്ടിൽ നിന്ന് വരുന്ന 10 to 20 വേരിയേഷൻസ് -20 ഒക്കെ ഓം വേരിയേഷൻസ് വരികയാണെങ്കിൽ അവിടെ എറേഴ്സ് ഒക്കെ അറിയാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ എറേഴ്സിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ഹൈ റെസിസ്റ്റൻസിൻ്റെ ഒരു സീരീസ് തന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ എറേഴ്സിനെ ഓവർകം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ മില്ലി വോൾട്ടാമീറ്റർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ. പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്ത് ചെയ്യുകയാണ് അടുത്തത്. സെക്കൻഡ് വൺ പൊട്ടൻഷ്യോമീറ്റർ. ഇത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഇതിൽ സെൽഫ് ബാലൻസിങ് ഒരു പൊട്ടൻഷ്യോമീറ്ററാണ് അവർ ഉപയോഗിക്കുന്നത്. ഇതിൽ എറേഴ്സ് ഒന്നും ലോഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് ഈ എറേഴ്സ് കാരണം കറണ്ടിൻ്റെ ഫ്ലോയിൽ ഏറ്റക്കുറച്ചിലുകളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഇതിൽ വേരിയേഷൻസ് റെസിസ്റ്റൻസ് വേരിയേഷൻ പ്രോബ്ലംസ് ആർ ആൾസോ ആബ്സെൻ്റ് ഇൻ പൊട്ടൻഷ്യോമീറ്ററിൽ നമുക്ക് എന്താണ് റെസിസ്റ്റൻസിൻ്റെ വേരിയേഷൻ കാരണം വരുന്ന പ്രോബ്ലംസും ഇവിടെ ആബ്സെൻ്റ് ആയിരിക്കും. ഓക്കെ, അടുത്തത് ആംപ്ലിഫയേഴ്സ് വിത്ത് ഔട്ട്പുട്ട് ഡിവൈസസ്. ആംപ്ലിഫയേഴ്സ് ആകുമ്പോൾ അതായത് വളരെ ചീപ്പും കോമ്പാക്റ്റുമാണ് ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ. ഇതിൽ എന്താ പറയുക,
ആംപ്ലിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് വരുന്ന ഔട്ട്പുട്ട്സിനെ നമ്മൾ ആംപ്ലിഫൈ ചെയ്തിട്ട് അതിനെ മാറ്റി എന്താ പറയുക, ദ ആംപ്ലിഫൈസ് ദ ഔട്ട്പുട്ട് ഓഫ് ദി തെർമോകപ്പിൾ ആൻഡ് ഫീഡ് ടു ദി ഇൻഡിക്കേറ്റിംഗ് ഓർ റെക്കോർഡിംഗ് ഡിവൈസസ്. അത് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ടിന് ഒരു എക്സ്ട്രാ ഒരു ഡിവൈസ് നമ്മൾ കാണണം. ഓക്സിലറി ഡിവൈസ് കണ്ടിട്ട് വേണം നമ്മൾ അതിനകത്തേക്ക് സേവ് ചെയ്തിട്ടാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഡയറക്റ്റ് യൂസേജ് ഇവിടെ പോസിബിൾ അല്ല. ദീസ് ഡിവൈസസ് മേ ബി ഐദർ അനലോഗ് ഓർ ഡിജിറ്റൽ. നമുക്ക് അനലോഗ് ഓർ ഡിജിറ്റൽ ടൈപ്പിലുള്ള ഒരു ഡിവൈസ് നമുക്ക് ആവശ്യമാണ്. അത് വെച്ചിട്ട് മാത്രമേ നമുക്ക് ആംപ്ലിഫയേഴ്സിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുമാതിരി ലോഡിങ് എറേഴ്സ് അതൊക്കെ വളരെ കുറവായിരിക്കും. ഇതിങ്ങനെ സ്റ്റോർ ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് എറേഴ്സൊന്നും വരാൻ സാധ്യത വളരെ കുറവാണ്. അതുമാതിരി സർക്യൂട്ട് ഇഷ്യൂസൊന്നും ഉണ്ടായിരിക്കില്ല. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്ട്രാ ഒരു ഡിവൈസിൻ്റെ സപ്പോർട്ട് ആവശ്യം, ഓക്സിലറി സോഴ്സ് ഓഫ് പവർ നമുക്ക് ആവശ്യമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പറയുന്നത്. അപ്പോൾ തെർമോകപ്പിൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത് 3 രീതിയിലാണ്: മില്ലി വോൾട്ടാമീറ്റർ, പൊട്ടൻഷ്യോമീറ്റർ, ആംപ്ലിഫയേഴ്സ്. മില്ലി വോൾട്ടാമീറ്റർ ആകുമ്പോൾ നമ്മൾ ആ ജംഗ്ഷനിൽ തന്നെ കണക്ട് ചെയ്തിരിക്കും. കറണ്ട് ഫ്ലോന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൽ സെൻസിറ്റിവിറ്റി വളരെ കുറവായ കാരണം നമുക്ക് അത്ര വേഗം വേരിയേഷൻസ് ഫൈൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എറേഴ്സ് വന്നാൽ ഫൈൻഡ് ചെയ്യണമെങ്കിൽ റെസിസ്റ്റൻസിനെ വളരെ ഹൈ ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരും. പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. അതിൽ പൊട്ടൻഷ്യോമീറ്ററിൽ ലോഡിങ് ടൈമിൽ വരുന്ന എറേഴ്സൊക്കെ വളരെ കുറവാണ്. കാരണം അത് എറേഴ്സ് ഉണ്ടാവാൻ സാധ്യത വളരെ ഇല്ല, ആബ്സെൻ്റ് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അത് കറണ്ട് ഫ്ലോയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. പിന്നെ അടുത്തത് ആംപ്ലിഫയേഴ്സാണ്. ആംപ്ലിഫയേഴ്സും അതേപോലെ എറേഴ്സ് ആബ്സെൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. പക്ഷേ എന്താണ് പ്രശ്നം വെച്ചെങ്കിൽ ഇതിന് എപ്പോഴും ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യാൻ ഒരു ഡിവൈസ് ആവശ്യമാണ്. ഒന്നില്ലെങ്കിൽ അനലോഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ ടൈപ്പ് ഓഫ് ഡിവൈസസ് ഇതിന് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എറേഴ്സും ഒക്കെ വളരെ കുറവാണ്. ഓക്കെ, ഇനി അടുത്തത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് തെർമോകപ്പിൾ. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചീപ്പറാണ്, വളരെ കോസ്റ്റ് എഫിഷ്യൻ്റ് ആണ്. അതാണ് ചീപ്പർ, കോസ്റ്റ് എഫിഷ്യൻ്റ് ആണ്. പിന്നെ എന്താ പറയുക, ചെറിയ ഡ്യൂറേഷനിൽ വരുന്ന ടെമ്പറേച്ചർ വേരിയേഷൻസ് നമുക്ക് ചെറിയ ലാഗേ വരുള്ളൂ. ടെമ്പറേച്ചർ വേരിയേഷൻസ് തന്നെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ കമ്പാരിറ്റീവ്ലി റാപ്പിഡ് ടെമ്പറേച്ചർ ചേഞ്ച് ആണ് വരുന്നത്. പിന്നെ അടുത്ത് പറയുന്നത് ടെമ്പറേച്ചർ മെഷർമെൻറ്റ് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് പൊട്ടൻഷ്യോമീറ്റർ, ആംപ്ലിഫയർ, ഇതൊക്കെ നമുക്ക് വളരെ ചീപ്പായിട്ട് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ മെഷറിംഗ് ഒക്കെ ചെയ്യുന്നത്. അടുത്തത് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്യുറസി വളരെ കുറവാണ്. പ്രിസിഷൻ വർക്ക് കനോട്ട് ബി, നമുക്കൊരു പ്രിസൈസ് ആയിട്ടൊരു വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ പറഞ്ഞല്ലോ, സെൻസിറ്റിവിറ്റി വളരെ കുറവായത് കാരണം 100 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ നമുക്ക് ടെമ്പറേച്ചർ വേരിയേഷൻസ് ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ തൊട്ടുള്ള ടെമ്പറേച്ചർ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് താഴത്തോട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ എൻവിറോൺമെൻറ്റിനെ ബേസ് ചെയ്തിട്ടിരിക്കും തെർമോകപ്പിളിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റൽ പ്ലാറ്റിനം പോലത്തെ നല്ല ഹൈ ക്വാളിറ്റി അങ്ങനത്തെ മെറ്റൽസൊക്കെ ആണെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. അല്ലെങ്കിൽ മെറ്റൽസിനനുസരിച്ച് വാക്യൂം ടൈറ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. അല്ലെങ്കിൽ അത് വേഗം നാശമായി പോകും. അടുത്തത് തെർമോകപ്പിൾ ഈസ് യൂസ്ഡ് റിമോട്ട് ഫോർ മെഷറിംഗ് ഡിവൈസസ്. അതുമാതിരി എന്താ പറയുക, തെർമോകപ്പിൾ നമ്മൾക്ക് റിമോട്ടിനകത്ത് പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഡിവൈസസിനെ മെഷർ ചെയ്യാൻ സാധിക്കും. അതേപോലെ അതിനെ നമ്മൾ എക്സ്റ്റൻഷൻ മെയ്ഡ് ബൈ മീൻസ് ഓഫ് വയേഴ്സ്, ഒരു വയേഴ്സിൻ്റെ സപ്പോർട്ടിലാണ് അതിനെ എക്സ്റ്റൻഷൻ വയേഴ്സ് എന്നാണ് പറയുക. അതൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചെങ്കിൽ അതിന് നമുക്ക് തെർമോകപ്പിൾ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു ഓക്സിലറി മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഓക്സിലറി സിസ്റ്റം നമുക്ക് ആവശ്യമാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് അത്. ഇത്രയാണ് തെർമോകപ്പിളിൽ പറയുന്നത്. തെർമോകപ്പിൾ എന്ന് പറയുന്നത് സീബെക്ക് എഫക്റ്റ് യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സീബെക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡിഫറെൻറ്റ് ജോണറിലുള്ള അല്ലെങ്കിൽ രണ്ട് തമ്മിൽ ബന്ധമില്ലാത്ത 2 ഡിഫറെൻറ്റ് കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ മെറ്റൽസ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഏത് മെറ്റലാണോ
ജോയിൻ ചെയ്യുന്നത് ആ മെറ്റലിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് രണ്ടാമത്തെ മെറ്റലിന് ചേഞ്ചസ് വരും. ഇപ്പോൾ എ ബി എന്ന് 2 മെറ്റലുണ്ട്. എ ഈസ് ഗോയിങ് ടു കണക്ട് വിത്ത് ബി ആണെങ്കിൽ, എ ഹീറ്റഡ് ആണെങ്കിൽ ബി